ആഘോഷങ്ങളുടെ നഗരമായ തൃശൂരിൽ കഴിഞ്ഞ ദിവസം ആനയൂട്ടായിരുന്നുവെങ്കിൽ ഇന്ന് തൃശൂരിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത് ആമയൂട്ടിന്റെ വാർത്തയാണ്. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ സമീപത്തായുള്ള ജവാൻസ് ഹോട്ടലിൽ കഴിഞ്ഞ 8 മാസങ്ങളായി എന്നും വൈകിട്ട് 7 മണിക്ക് ശേഷം എത്തുന്ന ആമകൾ സമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷമാണ് മടങ്ങാറുള്ളത്. തൃശ്ശൂരുകാർ വന്ന് പ്രത്യേകിച്ച് ആനയ്ക്കാണ് ഊട്ട് കൊടുക്കാറ്. ഞാനിവിടെ ഹോട്ടൽ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞ് ഞാൻ കൊടുക്കുന്നത് ആമൂട്ടാണ്. ആമയ്ക്കാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്. വളരെയധികം അഭിമാനമുണ്ട് എനിക്ക് ഈ ആമയ്ക്ക് ഊട്ട് കൊടുക്കുന്നതിൽ. എല്ലാവരും പറയും ആനൂട്ട് എന്നൊക്കെയാണ് പറയുക. അവിടെ ആനൂട്ടല്ല, മറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആമൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭവങ്ങളും കൂടി സദ്യക്ക് ഉണ്ണണമാതിരി ഒരു ആമയ്ക്ക് ഇലയിൽ ഭക്ഷണങ്ങൾ കൊടുക്കണം. 5-6 തരം ഐറ്റം ഉണ്ടാവും. അത് അങ്ങനെ കൊടുത്ത് അവർ ഭക്ഷണം കഴിച്ച് 2 മിനിറ്റ് എല്ലാം വയറ് നിറഞ്ഞതിന് ശേഷം ഒരു ആമ പോലും നിൽക്കില്ല, എല്ലാം തിരിച്ചു വരികയും പോകും. 8 മാസത്തോളമായി ഇവർ വരുന്നു. ആദ്യമായിട്ട് ഒരു ആമയെ വന്നു എൻ്റെ അടുത്ത്. ആമ വലിയ ആമയോട് വന്നിരിക്കുമ്പോൾ ഈ ഇത് എന്താണെന്ന് നോക്കുമ്പോൾ ആമയാണ്. അപ്പോൾ ആമയ്ക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഭക്ഷണം വെച്ച് കൊടുത്തത്. അപ്പോൾ കഴിക്കുന്നു. അപ്പോൾ കഴിക്കുന്നുണ്ടപ്പോൾ നമ്മൾ ഇല കൊടുന്ന് അതിൽ കൂടുതൽ വെച്ച് കൊടുത്തു. പിന്നെ പിറ്റേന്ന് തൊട്ട് വന്നു തുടങ്ങി. പിന്നെ എല്ലാ ദിവസവും അവർക്ക് ഇല വെട്ടി ഇല ഉണ്ടാവും, ഇലയിൽ ഭക്ഷണം കൊടുക്കും, അവർ കഴിക്കും, വയറ് നിറയുമ്പോൾ തിരിച്ചു പോകും. അതിന് ഉപദ്രവിക്കാനോ ഒന്നിനും ഞങ്ങൾ നിൽക്കില്ല. ഞങ്ങൾക്കൊരു ഭക്ഷണം കൊടുക്കാമെന്ന് ഞങ്ങൾക്കുള്ളൂ. അത് കഴിഞ്ഞാൽ 1 സെക്കൻഡ് പോലും ഈ ആമ വരിയായിട്ട് ഞങ്ങൾ പോകുന്നത് കാണാം. ആദ്യം ഒരാളായിരുന്നു എത്തിയിരുന്നതെങ്കിൽ ജവാൻസ് ഹോട്ടൽ ഉടമയും മുൻ സൈനികനുമായിരുന്ന താണിക്കുടം സ്വദേശി സന്തോഷിനെ തേടി 7 ആമകളാണ് ഇപ്പോൾ സ്ഥിരമായി എത്തുന്നത്. മാസങ്ങൾക്ക് മുൻപ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആമകൾ സമീപത്തെ ക്ഷേത്രകുളത്തിൽ നിന്നും ഗേറ്റിനടിയിലൂടെ എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് സന്തോഷ് അതിഥികൾക്കായി ഭക്ഷണം നൽകി തുടങ്ങുകയായിരുന്നു. ഇഡ്ഡലിയും വടയും ഉപ്പുമാവും പഴംപൊരിയും ഒക്കെയുള്ള ഒരു വിരുന്നാകും ആമകൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. സ്ഥിരമായി എത്തുന്ന അതിഥിക്ക് വയറു നിറയെ ഭക്ഷണം കഴിപ്പിച്ചേ സന്തോഷ് മടക്കി വിടാറുള്ളൂ. ആമകളെ മക്കളെ പോലെ കരുതുന്ന സന്തോഷ് പലപ്പോഴും വാരി കൊടുത്തും ആമകളെ ഊട്ടാറുണ്ട്. ലിംഗഭേദമന്യേ എല്ലാ ആമകളെയും ലക്ഷ്മി എന്നാണ് സന്തോഷ് പേരിട്ട് വിളിക്കാറുള്ളത്. പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ കുളത്തിലാണ് താമസമെങ്കിലും എന്നും മീനെയും പ്രാണികളെയും കഴിച്ചുകൊണ്ടിരുന്ന ആമകൾക്ക് വെറൈറ്റി ഭക്ഷണം ലഭിക്കുന്നതിനാൽ സന്തോഷേട്ടന്റെ കടയിലേക്കുള്ള സന്ദർശനവും ആമകൾ മുടക്കാറില്ല. കടുത്ത വെളിച്ചമുള്ളത് ആമകൾക്ക് പൊതുവെ ഇഷ്ടപ്പെടാറില്ല. അരണ്ട വെളിച്ചത്തിൽ വന്ന് തങ്ങൾക്കായി വാഴയിലയിൽ വിളമ്പിയ ഭക്ഷണം കഴിച്ച ശേഷം പോകുകയാണ് ആമകളുടെ രീതി. സ്ഥിരമായി ജവാൻസ് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവർക്കും കൗതുകമാണ് ഈ ആമയൂട്ട്. കൗതുകത്തോടെ തങ്ങളെ കാണാൻ വരുന്നവരെ ഭയപ്പാടോടെയാണ് ആമകൾ തുടക്കത്തിൽ കണ്ടിരുന്നത്. ഇപ്പോൾ പേടി മാറി സ്ഥിരക്കാർ എന്ന രീതിയിലാണ് ആമകളുടെ പെരുമാറ്റം. ഇതോടെ ആനയൂട്ടിന് പേരുകേട്ട തൃശൂരിന് ഇനി ആമയൂട്ടിന്റെ പേരിലും അഭിമാനിക്കാം. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത് 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ.